ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്ക ഇലയട, ചക്കപ്പം കൂടി പറയാം. ഇത് നമ്മുടെ കാസർഗോഡ് സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനായി ചക്ക പോത്ത് ചക്കയാണ്. ഇത് നമുക്ക് പൂങ്ങലരിയാണ്, സ്റ്റോറിൽ കിട്ടുന്ന ചോറ് വെക്കുന്ന അരിയാണിത്. ഇത് കുതിരാൻ വെക്കണം. നല്ലപോലെ കുതിർന്ന ശേഷം വൃത്തിയാക്കിയിട്ട് മിക്സി ജാറിലിട്ട് നമുക്ക് അരിക്കാം. അതിൽ എന്തെല്ലാം ചേരുവകൾ വേണമെന്ന് പറയാം. അരിയിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് ശർക്കരയും തേങ്ങയും പിന്നെ ചേർക്കാം പറയാം. ഇതിലേക്ക് ചക്ക തൊല്ലിട്ട് വെച്ചതാണിത്. ഇത് കൂടി അരിയിലേക്ക് ചേർത്തിട്ട് അരിച്ചെടുത്തതാണ്. ഒരു പാത്രത്തിലേക്ക് ചേർക്കുക. അതിനുശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് നമ്മൾ നേരത്തെ പൊടിയാക്കി വെച്ച് ശർക്കര കൂടി മിക്സി ജാറിലേക്ക് ചേർക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങ അരക്കുമ്പോൾ ചേർക്കുക. ബാക്കിയുള്ള തേങ്ങ പിന്നെ മാവിലേക്ക് ചേർക്കുക. എല്ലാ അരി കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് അരിച്ചിട്ടെടുക്കുക. ഉപ്പ് ചേർക്കുക ആവശ്യമാണ്. അരച്ച് കഴിഞ്ഞ് ഇതിലേക്ക് മാവിലേക്ക് ബാക്കിയുള്ള തേങ്ങ ഇടുക. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ തേങ്ങ പൂളായിട്ട് കൂടെ ഇടാം. ഇതുപോലെ ഇട്ടത് ബാക്കി വെച്ച അരിയും കൂടി അരിച്ച് ചേർത്ത് ഇതിന് കുറച്ച് ബാക്കിയുണ്ട്, അത് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. നമ്മൾ പാത്രം ചെറുതായിട്ട് വേറെ ഒരു പാത്രത്തിൽ മാറ്റാം. ഇതിലേക്ക് ഒരു ജീരക കൂടി ചേർക്കാം. അതുപോലെ മിക്സ് ആക്കാം. ഇനി നമുക്ക് ഒരു ഇലയിലാണ് നമുക്ക് ഈ മാവിന് വെച്ചിട്ട് കുറച്ച് മാവ് ഇട്ടിട്ട് ഇതുപോലെ മടക്കുക. ഇലയിനെ 4 സൈഡ് മടക്കിയാൽ മാവ് പുറത്തേക്ക് പോവില്ല. ഇതുപോലെ കമത്തി വെക്കുക. മാവ് എടുക്കുക, ഇലയിലിടുക, ഇല മടക്കുക. 4 സൈഡ്. അപ്പോൾ മാവ് പുറത്തേക്ക് പോവില്ല. ഇതുപോലെ 4 സൈഡ് മടക്കിയാൽ മാവ് പുറത്തേക്ക് പോവില്ല. ഇതുപോലെ എല്ലാ ഇലയിലും മാവ് ഇട്ട് മടക്കിയിട്ട് വെക്കുക. ഇതുപോലെ മടക്കുക. വെക്കുക. ഇതുപോലെ എല്ലാ അട പോലെ നമുക്ക് ഇലയിൽ മാവിട്ട് ഇതുപോലെ മടക്കിയിട്ട് വെക്കുക. ഇതുപോലെ നമ്മുടെ കാസർഗോഡ് സ്റ്റൈലിൽ ഇതുപോലെ ആക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈൽ വേണമെങ്കിൽ ചുട്ടെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇഡ്ഡലി ചൂടുന്ന പാത്രത്തിൽ കൂടി കുറച്ച് ഇഡ്ഡലി പോലെ ചുട്ടെടുക്കുന്ന പോലെ ഈ മാവിട്ട് ചുട്ടെടുക്കാം. നമുക്ക് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു അപ്പമായിട്ട് ഇങ്ങനെ വെക്കുക. നേരത്തെ വെച്ച് നല്ല ആവി കയറുന്നുണ്ട്. ഇതുപോലെ ഇല വെക്കുക.
ആവിയിൽ നല്ലപോലെ വെന്താൽ നല്ല വെന്ത് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ചക്കയിലട, ചക്കപ്പം എന്ന് പറയും. ബാക്കിയുള്ളത് തന്നെ വെച്ചിട്ട് കുറച്ച് ഇട്ടിട്ട് മടക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് അടിച്ചു വെക്കാം. ആവിയിൽ നല്ല വേവിട്ട് ചക്കട വെന്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് കാണിക്കാം. ചക്കയുടെ ഇത് എല്ലായിടെയാണ്. ഇത് നമുക്ക് തുറന്ന് കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. പുറത്തൊക്കെ ഒന്നും പോവില്ല. ചക്ക ഇലയുടെ റെഡിയായി. ഇത് നല്ല വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത് തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ലൈക്ക്. ഓക്കെ, ബൈ.